ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത് CMSനെ കുറിച്ചിട്ടാണ്, അഥവാ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. PHP ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാവുന്നതാണ്, നമ്മളൊരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ബേസിക്കായിട്ട് HTML ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്റ്റൈലോ കൊടുക്കാൻ CSSകൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും വാലിഡേഷൻസൊക്കെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ PHP അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ അങ്ങനെയൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു വെബ് സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മോട് പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അല്ലേ. സോ അങ്ങനത്തെ എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, CMS അഥവാ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അഥവാ ഈ വെബ് പേജ് ക്രിയേഷനും വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട്, വെബ് പേജ് ക്രിയേഷനൊക്കെ വേണ്ടിയിട്ട് അത് ആ ഒരു പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും അത് സിമ്പിളായിട്ട് നടത്താൻ വേണ്ടിയിട്ട്, അതിന് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് എന്ത്, CMS കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് നോക്കാം. It is a web-based application on which anyone can create, manage, store, edit or publish massive amount of content without any programming skill. അല്ലേ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇത് ഓർത്ത് വെക്കുക. എന്താണ്, ഇതൊരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഈ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടില്ല, ഓൺ വിച്ച് എനിവൺ, ആർക്കും എന്ത് ചെയ്യാം ഉള്ള, അഥവാ പ്രോഗ്രാമിംഗ് സ്കില്ലൊന്നും ഇല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിവൺ ക്യാൻ ക്രിയേറ്റ്, കണ്ടൻറ്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മളെ വെബ് പേജിലും വെബ്സൈറ്റിലൊക്കെ എന്താണുള്ളത്, കണ്ടൻസ് ആണല്ലേ. സോ കണ്ടൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും, കണ്ടൻസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, കണ്ടൻറ്റുകളെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ദെൻ അത് പബ്ലിഷ് ചെയ്യാനും പറ്റും. സോ ഈ മാസീവ് എമൗണ്ട് ഓഫ് കണ്ടൻസിന് ഒരു പ്രോഗ്രാമിംഗ് സ്കില്ലും ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് CMS എന്ന് പറഞ്ഞാൽ, കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു ഡെഫിനിഷൻ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. ഓക്കെ, വൺ ക്യാൻ ഈസിലി എഡിറ്റ് കണ്ടൻറ് ഫ്രം എനിവർ വിത്തൗട്ട് റിലയിങ് ഓൺ പ്രോഗ്രാമേഴ്സ് ടു കീപ് ദ വെബ്സൈറ്റ് അപ് ടു ഡേറ്റ്. അഥവാ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് മറ്റൊരാളോട്, ഒരു പ്രോഗ്രാമറിനോട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും, ഒരു സെർവറിൽ കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്യും അല്ലേ. സോ യൂസർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെർവറിൽ നിന്നാണ് എന്ത് വരുന്നത്, ആ സൈറ്റ് നമുക്ക് ലോഡായിട്ട് വരുന്നത്, സാധാ ഒരു യൂസർക്ക് ലോഡായിട്ട് വരുന്നത്. സോ ഒരാൾക്കൊരു ക്യാഷ് കൊടുത്തിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അയാളെ വെയിറ്റ് ചെയ്ത്, ആ പ്രോഗ്രാമറിനെ, ആ എല്ലാ ലാംഗ്വേജുകളും ആ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പ്രോഗ്രാമറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, എന്ത് കണ്ടൻസിനെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു CMS ഉപയോഗിച്ചിട്ടാണ് നമ്മളതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ പറ്റും, ഈസി ആയിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ CMSൽ കയറിയിട്ട്, കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കയറിയിട്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ എന്താണ്, അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ, ഏറ്റവും ഈസി ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് CMS ഉപയോഗിച്ചിട്ട് പോസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ വെബ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഹാസ് ടു മേജർ കോമ്പണൻസ്. ഈ വെബ് കണ്ടൻറ് അഥവാ CMSന് മേജറായിട്ട് 2 കോമ്പണൻസ് ആണുള്ളത്. ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2 മേജറായിട്ടുള്ള കോമ്പണൻസ്. ഫസ്റ്റ് വൺ, കണ്ടൻറ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ, CMA എന്ന് പറയും. കണ്ടൻറ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ കണ്ടൻറ് ഡെലിവറി ആപ്ലിക്കേഷൻ അഥവാ CDA എന്ന് പറഞ്ഞിട്ടുള്ള 2 ഭാഗങ്ങളാണ് മെയിനായിട്ടും മേജർ കോമ്പണൻറ്റ് ഓഫ് CMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ വെബ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം WCMS എന്നാവും. ഓക്കെ, വെബ് കണ്ടൻറ് മാനേജ്മെൻറ്റ് ആകുന്ന സമയത്ത്. ഓക്കെ, ഈ CMA എന്താണെന്ന് നോക്കാം. CMA ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ട് ദാറ്റ് എഡിറ്റേഴ്സ് യൂസ് ടു ക്രിയേറ്റ്, എഡിറ്റ്, പബ്ലിഷ് കണ്ടൻറ് വിത്തൗട്ട് മെസ്സിങ് വിത്ത് ദ കോഡ് ഓർ യൂസർ ഇൻ്റർഫേസ് ഓപ്ഷൻസ്. CMA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു
അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ട്, ഈ CMSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടാണ് എന്ത് CMA എന്ന് പറഞ്ഞാൽ, കണ്ടന്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഭാഗം യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, വിത്തൗട്ട് മെസ്സിങ് വിത്ത് ദ കോഡ് ഓഫ് യൂസർ ഇൻ്റർഫേസ് ഓപ്ഷൻ, അഥവാ കോഡൊന്നും ഉപയോഗിക്കാതെ തന്നെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, യൂസർ ഇൻ്റർഫേസ് ഓപ്ഷൻസ് ഒന്നും ഉപയോഗിക്കാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക ഒക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിനാണ് എന്ത് CMA എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പാർട്ടാണ് എന്ത് CDA എന്ന് പറഞ്ഞാൽ, ക്യാൻ ബി കോൾഡ് ആക്ച്വൽ ബാക്ക്-എൻഡ്. ഇതാണ് ആക്ച്വൽ ബാക്ക്-എൻഡ് എന്നറിയപ്പെടുന്നത്, അഥവാ ഈ CMSൻ്റെ ആക്ച്വൽ ബാക്ക്-എൻഡ് എന്നറിയപ്പെടുന്നത് CDA ആണ്. Website which has the tools to control the logic and coding which required to transform the content into a visible interface for the end users. അഥവാ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കണ്ടൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, CMA ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തു ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് വരുത്തണമല്ലോ. സോ ആ ഒരു കാര്യങ്ങൾ അതിൻ്റെ എന്താണ് ബാക്ക്-എൻഡിലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ. എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ടൂളാണ്, അഥവാ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ലോജിക് ആൻഡ് കോഡിങ് വിച്ച്, അഥവാ നമ്മളിപ്പോൾ ഇങ്ങനെ കോഡിങ്ങിലൊക്കെ ചെയ്ത ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്യണം അല്ലേ. നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടന്റിനെ എന്താക്കണം, ഒരു യൂസർക്ക് വിസിബിൾ ആകുന്ന രീതിയിലോട്ട് മാറ്റേണ്ടതുണ്ട്. നമ്മൾ CMA വഴി നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടൻസ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻസ് എന്ത് ചെയ്യണം, യൂസർക്ക് എന്ത് ചെയ്യണം, വിസിബിൾ ആകുന്ന രീതിയിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ ആ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്-എൻഡ് പോർഷനാണ് ഏത്, CMSൻ്റെ ബാക്ക്-എൻഡ് പോർഷനാണ് എന്ത് CDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സിമ്പിളായിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ്. ദെൻ നമ്മൾ CMS is potential for multiple users with different permissions level to manage contents. അഥവാ നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സിന് നമുക്ക് CMS യൂസ് ചെയ്യാവുന്നതാണ്, അഥവാ ഈ കണ്ടന്റുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള പെർമിഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാകും. ഓക്കെ, ഇപ്പം ബാക്ക്-എൻഡിൽ അല്ലേ അത്യാവശ്യം എന്താണ് പിന്നെ നല്ല പണിയുണ്ടാവും അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ പെർമിഷൻസ് കൊടുക്കണം. എൻഡ് യൂസേഴ്സിന് കുറഞ്ഞ പെർമിഷൻ കൊടുത്താൽ മതി, വിസിബിൾ ഉള്ള പെർമിഷൻസ് കൊടുത്താൽ മതി. എഡിറ്റേഴ്സിന് അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് കൊടുക്കണം, ഡിസൈനേഴ്സിന് അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ മൾട്ടിപ്പിൾ യൂസേഴ്സ്, അതാണ് ഈ ഡിസൈനർ, കോഡർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എൻഡ് യൂസേഴ്സ്, അങ്ങനെ അതാണ് എന്ത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഈ CMSൽ എന്താണ് യൂസ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും എന്തായിരിക്കും ഓരോ ലെവൽ ഓഫ് പെർമിഷൻസ് ആണ് എന്ത് ഈ കണ്ടന്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതിന് കുറച്ച് സം അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ നമുക്ക് അഡ്വാൻറ്റേജസുകൾ എന്താണെന്നുള്ളത് നോക്കാം. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു നോൺ ടെക്നിക്കൽ മൈൻഡഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ടെക്നിക്കലായിട്ടുള്ള എന്താണ് ഇതൊന്നും നോളജ് ഒന്നും ഇതിന് ആവശ്യമായിട്ട് എന്താണ് ഇല്ല, അപ്പോൾ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒന്നും ആവശ്യമായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈസിയാണ്. ഇറ്റ് അലോസ് മൾട്ടിപ്പിൾ യൂസേഴ്സ്, നമ്മളിവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് അലോ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇംപ്രൂവ്സ് സൈറ്റ് മെയിൻ്റെനൻസ് അല്ലേ. സൈറ്റ് മെയിൻ്റെനൻസ് ഏറ്റവും പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു കണ്ടന്റ് എഡിറ്റ് ചെയ്യണമെന്ന് വന്നാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോഡ് ചെയ്തേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, കോഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ CMS അതിനുള്ള ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. സോ അതിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇതിനെ നമുക്ക് എന്ത് പറ്റും, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇംപ്രൂവ്സ് സൈറ്റ് മെയിൻ്റെനൻസിനെ എന്ത് ചെയ്യുന്നു, ഏറ്റവും ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോഡാണ് ഒരു ഇതാണ് എന്ത് CMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഡിസൈൻ ചേഞ്ചസ് ആർ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഡിസൈനുകളിലൊക്കെ സിമ്പിളായിട്ട് ചേഞ്ചസുകൾ വരുത്താൻ പറ്റും. നമ്മളിപ്പോൾ ഒരു HTML കോഡോ അല്ലെങ്കിൽ PHPയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഡിസൈനിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചു, അതിലോട്ട് കണ്ടന്റുകളൊക്കെ ഇട്ടു, ദെൻ പിന്നെ പറയുകയാണ് ഡിസൈനിൽ ചെറിയ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോഡുകളിൽ ഇരുന്നിട്ട് കളിച്ചിട്ട് എന്ത് ചെയ്യണം, ഡിസൈനിൽ ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ടാകും. സോ അതൊക്കെ എന്താണ് കുറേ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ CMS യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറ്റും, ചേഞ്ചസിൽ അതായത് ഡിസൈനിൽ ചേഞ്ചസ് വരുത്താൻ എന്താണ് വളരെ ഈസിയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് CMS. ദെൻ അടുത്തത് ഹെൽപ്സ് യു മാനേജ് കണ്ടന്റിനെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ പറഞ്ഞു. ദെൻ കണ്ടന്റ് ക്യാൻ ബി എനിത്തിങ്, കണ്ടന്റ് എന്ത് തരത്തിലുള്ള കണ്ടന്റ്സിനെ നമുക്ക് CMS ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ടെക്സ്റ്റ് ആവാം, വീഡിയോ ആവാം, ഓഡിയോ ആവാം, എന്ത് തരത്തിലും ഇമേജ് ആവാം, എന്ത് തരത്തിലുള്ള. അതുപോലെ തന്നെ
സേവ് ടൈം ആൻഡ് കോസ്റ്റ് അല്ലേ. ഇത് എത്രയോ ടൈമും കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. പല ഇൻഡസ്ട്രീസും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സം CMS യൂസ് ചെയ്തിട്ടാണ്, കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്, അവർക്ക് ഓരോ ഇൻഡസ്ട്രീസിലും ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഈ ഒരു CMS ഉപയോഗിച്ചുകൊണ്ട് അതിൽ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പേഴ്സിനെ അതിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ദെൻ നമ്മൾ സം CMSനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. കുറച്ച് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള സം CMS ആണ്. ജൂംല എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു CMS ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട്. അതുപോലെ ഡ്രൂപ്പാൽ ഉണ്ട്, വേർഡ് പ്രസ് ഉണ്ട്. വേർഡ് പ്രസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ്, ഇതൊക്കെ എന്താണ്, സം CMSകൾക്ക് എക്സാമ്പിളാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ CMS എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ബേസിക് ഇൻഫോർമേഷൻ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു ടെംപ്ലേറ്റ്സ് ഡിസൈൻ ചെയ്യും അല്ലേ. ടെംപ്ലേറ്റ്സ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും, CMSൽ ആയിട്ട് സം ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആവും. സോ നമുക്ക് എന്തെങ്കിലും ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്താൻ നമുക്ക് പോസിബിൾ ആണ്. കളേഴ്സ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ലേഔട്ട്സ് ചേഞ്ച് ചെയ്യുകയൊക്കെ പോസിബിൾ ആണ്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെംപ്ലേറ്റ്സ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. മോർ യൂസർ ഫ്രണ്ട്ലി ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സിൽ എന്ത് ചെയ്താൽ മതി, ചേഞ്ചുകൾ വരുത്തിയാൽ മതി. സോ നമുക്കതും എന്താണ്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. സോ ടെംപ്ലേറ്റ്സ് നമുക്ക് ഡിസൈൻ ചെയ്യും. ദെൻ കണ്ടന്റ് ഈസ് എൻറ്റേർഡ് ആസ് പ്ലെയിൻ ടെക്സ്റ്റ് ഓർ HTML ഇൻ ടു ഡാറ്റാബേസ്. ദെൻ അടുത്ത ഡ്യൂട്ടി എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടൻസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ, ടെംപ്ലേറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഡിസൈനിങ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, കണ്ടൻസിനെ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. സാധാരണ രീതിയിൽ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യും. കണ്ടൻസ് അല്ലെങ്കിൽ വീഡിയോസോ ഓഡിയോസോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അല്ലെങ്കിൽ HTML ഡാറ്റാബേസിലോട്ട് എന്ത് ചെയ്യുന്നു, ഈ കണ്ടൻസിനെ നമ്മൾ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള രണ്ടാമത്തെ ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക്, കണ്ടന്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ടെംപ്ലേറ്റ് ഫോർ ഡിസ്പ്ലേ ടു ദ എൻഡ് യൂസേഴ്സ്. അപ്പം ഡാറ്റാബേസിലോട്ട് അങ്ങനെ കണ്ടൻസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, നമ്മൾ ഈ ടെംപ്ലേറ്റ്സിൽ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻഡ് യൂസർക്ക് അഥവാ ആരാണോ ഈ സൈറ്റ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് അവർക്ക് അത് എന്ത് ചെയ്യും, കാണിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ദെൻ നമ്മൾ പറഞ്ഞ പേജ് കണ്ടൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പേജ് ടെംപ്ലേറ്റ്സും ആണ് CMSും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പേജ് കണ്ടൻറ്റ് നമ്മൾ കൊടുക്കണം. പേജ് ടെംപ്ലേറ്റ്സ് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ അങ്ങനെ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, CMSലോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കുക, അതിൻ്റെ ഒരു ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇവിടെ നോക്കൂ, ഇത് CMS സിസ്റ്റം ഇവിടെ സെൻറ്ററിലുണ്ട്. ഇവിടേക്ക് രണ്ട് സംഭവങ്ങളാണ് ഈ CMS സിസ്റ്റത്തിലോട്ട് വരുന്നത്. ഒന്ന് വരുന്നത് കണ്ടൻ്റ് ആണ്. കണ്ടൻറ്റ് യൂഷ്വലി ടെക്സ്റ്റ് ആയിട്ടാണ് ഈ കണ്ടൻസ് എന്ത് CMS സിസ്റ്റത്തിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ CMS സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ് നമ്മൾ ലേഔട്ട്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ കളേഴ്സിലൊക്കെ മാറ്റം വരുത്തിയിട്ടോ നാവിഗേഷൻസ് ഒക്കെ കൊടുത്തിട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ്സിന് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും. CMS സിസ്റ്റത്തിലോട്ട് കൊടുക്കാവുന്നതാണ്. സോ അതുപോലെ കണ്ടൻറ്റും വരും. അങ്ങനെ ആ ടെംപ്ലേറ്റ്സും കണ്ടൻറ്റും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെബ് പേജ് ആര് ക്രിയേറ്റ് ചെയ്യും, CMS സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും അല്ലേ. ദെൻ ആ ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം ആർക്ക്, എൻഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് വിസിബിൾ ആക്കി കൊടുക്കും. സോ ഇതാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഓവർവ്യൂ. ഈ ഒരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ദെൻ നമ്മൾ അടുത്തത് ലൈഫ് സൈക്കിൾ ഓഫ് CMSൻ്റെ ലൈഫ് സൈക്കിളാണ് അത്, അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാം. ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ ഫങ്ഷനാലിറ്റി നമ്മൾ ബ്രോക്കൺ ഡൗൺ ഇൻ ടു കുറച്ച് 4 എണ്ണമായിട്ട് ബ്രോക്കൺ ചെയ്തിട്ടുണ്ട്. ഫങ്ഷനാലിറ്റി ഫസ്റ്റ് ഫങ്ഷനാലിറ്റി എന്നാണ് കണ്ടൻറ്റ് ക്രിയേഷനാണ്. ഈ CMSന് വേണ്ടിയിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷനാലിറ്റി. രണ്ടാമത്തെ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യും, മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. സോ കണ്ടൻറ്റ് മാനേജ്മെൻ്റ് ആണ് രണ്ടാമത്തെ ഫങ്ഷനാലിറ്റി. മൂന്നാമത്തെ ഫങ്ഷനാലിറ്റി ഇങ്ങനെ എന്ത് ചെയ്തുള്ള കണ്ടൻറ്റ്സ് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. സോ പബ്ലിഷിംഗ് ആണ് മൂന്നാമത്തേത്. ദെൻ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റേഷൻ. ഫൈനലി പ്രസൻറ്റേഷൻ ആണ് ഫോർത്ത് ഫങ്ഷനാലിറ്റി. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഓഫ് CMS എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് മോർ ഫീച്ചേഴ്സാണ്. CMSൻ്റെ കുറേ ഫീച്ചേഴ്സ്, നമ്മൾ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചു. അഡ്വാൻറ്റേജ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ കുറേ CMSൻ്റെ ഫീച്ചേഴ്സ് കുറേ പഠിച്ചു. ഇനി ബാക്കി കുറച്ചുകൂടി ഫീച്ചേഴ്സ് എന്താണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സം ഫീച്ചേഴ്സാണ് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് ഇവിടെ. ഒന്ന് നമ്മൾ പറഞ്ഞു യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലേ. സോ ഇതെന്താണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള
ഒരു എന്താണ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് എന്ത് പറഞ്ഞാൽ CMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് നമ്മളുടെ ഇത് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ നമ്മളുടെ വെബ്സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ് കണ്ടന്റ് അല്ലെങ്കിൽ വെബ് പേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസർ ഫ്രണ്ട്ലി ആക്കാൻ ഈ CMS ഉപയോഗിച്ചുകൊണ്ട് പറ്റും അല്ലെ. സെർച്ചിങ് ബോക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർച്ചിങ് ബോക്സ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CMSലൂടെ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറിൽ യൂസർ ഫ്രണ്ട്ലി വന്നത്. ദെൻ അടുത്തത് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് അല്ലേ. ഫ്ലെക്സിബിലിറ്റി അഥവാ നമുക്ക് എന്ത് പറ്റും, കണ്ടൻസിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, പല രീതിയിലായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് അത് യൂസർക്ക് വ്യൂ ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സെക്യൂരിറ്റി, പലതരത്തിലുള്ള അറ്റാക്സുകളൊക്കെ സൈറ്റ് നേരിടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു CMS. എങ്ങനെയാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലഗിൻസ് ഉണ്ടാവും. ആ പ്ലഗിൻസ് എന്ത് ചെയ്യും, ഈ CMSൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. സോ ആ പ്ലഗിൻസ് വഴി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, CMS അങ്ങനത്തെ പ്ലഗിൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുവഴി നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു, കംപ്രഹെൻസീവ് സെർച്ചാണ്. കംപ്രസീവ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് കണ്ടന്റ് ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു സെർച്ച് ഓപ്ഷൻസ് വേണം അല്ലേ, സെർച്ച് ഓപ്ഷൻസ് വേണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. സോ അതാണ് കോംപ്രഹെൻസീവ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ അനലിറ്റിക്സ് ആണ് അല്ലേ. ഈ CMS ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻഡസ്ട്രി ലെവലിലൊക്കെ നോക്കുന്ന സമയത്ത് അനലൈസ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള ഡാറ്റാസാണ് കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. സോ അനലിറ്റിക്സിന് നമ്മൾ CMS ഉപയോഗിച്ച് അനലിറ്റിക്സ് പോസിബിൾ ആണ്. ഇതിന് അടുത്ത പവർഫുൾ പബ്ലിഷിംഗ് ടൂളാണ്. അതുപോലെ തന്നെ CMS എന്താണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള പബ്ലിഷിംഗ് ടൂളാണ് അല്ലേ. പബ്ലിഷ് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടൻസുകൾ പബ്ലിഷ് ചെയ്യും, ന്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ പവർഫുൾ പബ്ലിഷിംഗ് ടൂളാണ് എന്ത് CMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ബിൽഡിംഗ് SEO ടൂളാണ്, അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സോ അങ്ങനത്തെ എന്താണ് ഒരു ബിൽഡിംഗ് SEO ടൂളാണ് ഈ CMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മൾട്ടി പ്ലാറ്റ്ഫോം ഇൻ്റഗ്രേഷൻ, അഥവാ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ സൈറ്റ്സുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പ്യൂട്ടറിൽ മാത്രമാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അല്ല മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, മൊബൈൽ ഫോൺസ് അതുപോലെ തന്നെ വേറെയുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഈ ഏതൊരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലാവണം നമ്മൾ ഉണ്ടാക്കുന്ന വെബ് പേജ് എന്ന് പറഞ്ഞാൽ. സോ അത് എന്താണ് CMS വെച്ചിട്ട് നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. മൾട്ടി പ്ലാറ്റ്ഫോംസ് ഇൻ്റഗ്രേഷന് പോസിബിൾ ആണ് CMSൽ. ദെൻ ക്വിക്ക് റോൾ ബാക്ക് ഓപ്ഷൻ വിത്ത് വേർഷനിങ്. റോൾ ബാക്ക് ഓപ്ഷൻ എന്താണ്, പോസിബിൾ ആണ്, ക്വിക്കായിട്ടുള്ള. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തോ CMS വെച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി അല്ലേ, അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിലീറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് റോൾ ബാക്ക് ചെയ്തെടുക്കാൻ പറ്റും, തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സേവ് പോയിന്റിലോട്ട് തിരിച്ചു വന്നിട്ട് നമുക്കത് ഈസി ആയിട്ട് റോൾ ബാക്ക് ചെയ്തെടുക്കാൻ CMS വഴി പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈറ്റനിങ് ഫാസ്റ്റ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ CMSൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ കുറേ CMS ഉണ്ട്. ആ CMSൻ്റെ കേസിലൊക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഈ ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ്റെ സൈഡിൽ നിന്നും നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. സോ ഇത്രയാണ് ഈ ഒരു CMSനെ കുറിച്ചിട്ട്, കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, എന്താണ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജുകളും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.